ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന ആള് ഒരു ഫിലിപ്പൈൻസുകാരനാണ്. ഫിലിപ്പൈൻസ് എന്ന് വെച്ചാൽ നമ്മൾ തോപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഫിലിപ്പൈൻസിൽ നിന്ന് വന്നേക്കോ നമ്മളെ തോപ്പിക്കാൻ. ഇന്ത്യ വേഴ്സസ് ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസുകാരനെ തോപ്പിക്കാൻ പറ്റുമോ അതോ ഞാൻ തോക്കുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് മൂവ് പുള്ളി നീക്കി. സെക്കൻഡ് നൈറ്റിനെ ഇറക്കി തന്നെ കളിക്കുക കേട്ടോ. നൈറ്റിനെ ഇറക്കി അറ്റാക്കിലേക്ക് പോവുക. അവിടുന്ന് ബിഷപ്പിനെ കൊണ്ടുവന്ന് ആദ്യത്തെ ചെക്ക് എനിക്ക് വേണ്ടി തന്നു. ഇവൻ മണ്ടനാണ്, മണ്ടൻ. ഫിലിപ്പൈൻസ് മണ്ടൻ. എടാ ഫിലിപ്പൈൻസുകാരെ, ഇതൊന്നും നമ്മുടെ അടുത്ത് കണക്കത്തില്ല. പുള്ളിക്ക് ഇപ്പൊ ആദ്യമത്തെ തന്നെ ചെക്ക് വിളിച്ച് എന്തോ ഉണ്ടാക്കാനാന്ന് തോന്നുന്നത്. ഓട്, നീ ഓടറാ, നീ ഓട്, നീ ഇതുവഴി കണ്ടം വഴി ഓട്. ഓടി ഓടി ഓടിപ്പോ, ഓടി. അവിടെ നമ്മൾ വിടാൻ നമുക്കൊരു ചെക്ക് നമ്മളെ ഇപ്പൊ ഓട്ടിക്കും കേട്ടാ. ഇപ്പൊ മറ്റേ ആളെ ഇറക്കി ഇപ്പൊ ഓട്ടിക്കുക. ഓടട്ടെ, നമ്മൾ ഓടി. പുള്ളി നൈറ്റ് ഇറക്കി, കാരണം കാസ്ലിംഗ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. നമുക്ക് കാസ്ലിംഗ് ചെയ്യാം. നമ്മൾ നൈറ്റിനെ ഇറക്കി കാസ്ലിംഗ് ചെയ്യും. പുള്ളി ക്യാൻസൽ ചെയ്തു, നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. പുള്ളി നൈറ്റിനെ ഇറക്കി ഫ്രണ്ടിലോട്ട് വരും കേട്ടാ. അടുത്ത അറ്റാക്കിന് വേണ്ടി പരിപാടിയാണ്. ഇപ്പം മണ്ടരൊന്നുമല്ല കേട്ടോ, നല്ല വ്യക്തമായ പ്ലാനോട് കൂടി അറ്റാക്കിലേക്ക് കടന്നു വരിക. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. ബ്ലണ്ടർ മൊത്തവും കളിച്ച് നമ്മൾ ജയിക്കും. ഈ കളിയും ബ്ലണ്ടർ കളിച്ച് ജയിക്കാൻ പറ്റുമോ നോക്കട്ടെ. നൈറ്റ് കൊണ്ട് നൈറ്റിനെ വെട്ടി. അവന്മാര് നൈറ്റിനെ വിട്ടുകൊടുത്ത കേട്ടോ. പക്ഷെ അടുത്തൊരു നൈറ്റിന് വേണ്ടി ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ട്, മാറ്റി. മന്ത്രിയമ്മ വന്നു കേട്ടാ. എടാ വൃത്തിയിട്ടവനെ, ഈ മൂവ് കണ്ടാ. മന്ത്രിയെ കൊണ്ടിട്ട് ഇപ്പൊ അടുത്ത മൂവി എന്നെ ചെക്ക് മേറ്റ് ചെയ്തങ്ങ് ഉണ്ടാക്കാന്നുള്ള വിചാരം കേട്ടാ. ഫിലിപ്പൈൻസിന്റെ ബുദ്ധി അങ്ങ് അവിടെ കൊണ്ട് വെച്ചിരുന്നത്. ഇവിടെ മലയാളികൾക്ക് നടക്കത്തില്ല കേട്ടാ. മലയാളികൾ വേറെ ലെവലാ. നിങ്ങൾക്ക് അറിയാമോ മലയാളി? വി ആർ ഇന്ത്യൻസ് ബേബി. കണ്ട, ഇനി നീ എന്തോ ഉണ്ടാക്കും? ഓട്, നിന്നെ ഇനിയിപ്പോ ഓട്ടിക്കാൻ ഞാൻ ഇപ്പൊ പണി തരാം. ആ ഫോണൊക്കെ ഓഫ് ചെയ്ത് കുട്ടാന്ന് കേട്ടാ. പുള്ളി നൈസിന് അടുത്ത മൂവ്മെന്റ്. വെട്ടല്. ഇവനെ ബിഷപ്പ് കൊണ്ട് അവിടെ ഉള്ള ട്രാപ്പ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണം. അത് എങ്ങനെ കളിക്കുന്നൊരു പിടുത്തവും ഇല്ലല്ലോ. ഫിലിപ്പൈൻസ് നാറി. നൈറ്റ് കൊണ്ട് അവനൊരു അറ്റാക്ക് തിരിച്ചു കൊടുക്കുക. ഓഹോ, ഇവിടെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ. കറക്റ്റ് ട്രാപ്പാണ് ഒരുക്കിയേക്കുന്നത്. കാരണം ഇതെന്ന് വെച്ചാൽ പെട്ടു പോകുന്നു, നല്ല 100% ഉറപ്പാണ്. ഇവിടെ ഒന്നും ചെയ്യാതിരുന്ന ഇത് വെച്ച് ഇതിനെ വെട്ടിയാൽ ഇവിടെ കൊണ്ട് ചെക്ക് വിളിച്ചിട്ട് ആകെ ഗുലുമാലാക്കും. ഇനി വെട്ടാതിരുന്നാലോ, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ചെക്ക് വിളിക്കും. ബിഷപ്പ് വെച്ച് ഈ ആളെ ചെക്ക് വിളിക്കും. ആ സമയത്ത് നമുക്ക് തേരിനെ രക്ഷിക്കാൻ നമ്മൾ നോക്കും. അങ്ങനെ തേരിനെ രക്ഷിക്കാൻ നോക്കിയാൽ അടുത്ത മൂവി ചെക്ക് മേറ്റ്. നല്ല കിടിലൻ ട്രാപ്പാട്ടോ. ഇവിടെ ഇപ്പം എന്തോ ചെയ്യും? ഇപ്പോൾ ഈ ഒരു ട്രാപ്പ് നിങ്ങളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്തോ ചെയ്യും എന്നുള്ളത്. ഞാൻ പെട്ടിരിക്കുക. ടൈമും പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്ത മൂവ്മെൻറ്റ് എന്തുവാണ്? അങ്ങോട്ട് കയറി അങ്ങ് അറ്റാക്ക് ചെയ്താലോ? അങ്ങനെ അറ്റാക്ക് ചെയ്താൽ അടുത്ത മൂവ് ഒരു രക്ഷയില്ലല്ലോ. ഫിലിപ്പൈൻസ് ഭ്രാന്തിന് ഇച്ചിരി ബുദ്ധി കൂടുതലാണ് കേട്ടോ. എന്നാൽ നമ്മളെ മലയാളികൾ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. രക്ഷപ്പെടാൻ നോക്കണം. എങ്ങനെ രക്ഷപ്പെടും നോക്കാം. വെട്ടി നോക്കാം, അതതിൽ വഴിയുള്ളൂ. വെട്ടി. നെക്സ്റ്റ് മൂവ് ചെക്ക് മേറ്റാ അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? എങ്ങനെ രക്ഷപ്പെടും? അടുത്ത മൂവ്മെൻറ്റ് ചെക്ക് മേറ്റാണ്. ഈ ഒരു ട്രാപ്പ് മാറ്റാൻ എന്താ ഒരു വഴി? ഇവിടെ ഒന്നും വഴി കാണുന്നില്ല. വഴിയുണ്ട്. ഇതാണ് ചെസ്സിൻ്റെ ഒരു ഗുണം. കണ്ട, വഴി കണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലൊരു വഴി വേറെ ഉണ്ടോ? നോക്ക്. അവൻ എൻ്റെ അടുത്താണ് ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. പോകാൻ പറ. ഇതാ വെട്ടി. ഇനി അവൻ എങ്ങനെ ചെക്ക് വിളിക്കും? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വിളിയടാ, ചെക്ക് വിളിയടാ. ധൈര്യം ഉണ്ടെങ്കിൽ ചെക്ക് വിളി. നീ ധൈര്യം ഉണ്ടെങ്കിൽ തോപ്പിച്ച് കാണിരടാ. തോപ്പിച്ച് കാണിക്കാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ തോപ്പിച്ചാൽ എന്തു ചെയ്യും? കളി ഒന്നും ആയിട്ടില്ല, തുടക്കമായതേ ഉള്ളൂ.
ആഹാ, നൈറ്റിനെ ആക്രമിക്കാനുള്ള പരിപാടി കേട്ടാ. നൈറ്റിനെ മാറ്റി കൊടുക്കാം. ഇങ്ങോട്ട് മാറ്റും. ഇവിടെ ഇരിക്കട്ടെ. ഇതാകുമ്പോൾ വെട്ടത്തില്ല. വെട്ടിയാൽ അവനെ ഞാൻ എടുക്കുക. അവനെ മന്ത്രി കൊണ്ട് തൊടത്തില്ല. മന്ത്രിക്ക് ഇങ്ങനെ നോക്കൂത്തിയായിട്ട് അടുത്തിരിക്കാവുന്നതേ ഉള്ളൂ. മന്ത്രി അങ്ങനെ തൊട്ട് കളിച്ചാൽ മന്ത്രി ഞാൻ എടുക്കുക. അതുകൊണ്ട് മന്ത്രി അവൻ തൊടുക്കുന്നു പ്രതീക്ഷിക്കുകയോ വേണ്ട, പേടിക്കുകയോ വേണ്ട. അടുത്ത മൂവ്മെൻറ്റ് എന്തുവാ? അടുത്ത മൂവ്മെൻറ്റ് നൈറ്റിനെ ഇങ്ങനെ അടുത്തോട്ട് ഇറക്കി വെക്കാം. കാരണം നൈറ്റ് അവരിരുന്ന് ഒക്കത്തില്ല, വെട്ടി നൂത്ത് കളയും. ബിഷപ്പിനെ ആക്രമിക്കാനുള്ള പരിപാടി കേട്ടോ. ബിഷപ്പിനെ ഇപ്പം തന്നെ കൊണ്ടുപോകും, വിട്ട് കൊടുക്കത്തില്ല. അടുത്ത മൂവ്മെൻറ്റ് കേട്ടോ, ചെക്ക്. ഓടിയാ? ഓടാൻ വേണ്ടിയുള്ള കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഓടി. ഓഹോ, അതൊരു വന്ന പരിപാടിയായിപ്പോയി. എൻ്റെ ഉദ്ദേശം മനസ്സിലായിരുന്നു. ഇവിടെ നിന്ന് റോക്കിനെ എടുത്തിട്ട് ചെക്ക് വിളിച്ചിട്ട് കളി അങ്ങ് തീർക്കാനുള്ള പരിപാടിയായി. തീർക്കാക്കത്തില്ലെങ്കിലും കളി ഒരു ഇതിലേക്ക് എത്തിക്കായിരുന്നു. പുള്ളി ഫിലിപ്പൈൻസ് ബുദ്ധിയും കൊണ്ട് വന്നു കേട്ടോ. ഫിലിപ്പൈൻസുകാരനായതുകൊണ്ട് പുള്ളി ആണ്ടെ ഇവിടെ അങ്ങ് ഒതുക്കി. നെക്സ്റ്റ് മന്ത്രി. എൻ്റെ ലക്ഷ്യം മന്ത്രി. നീ എങ്ങോട്ട് രക്ഷപ്പെടും? ഇവിടെ രക്ഷപ്പെടാൻ പറ്റും. എവിടെയൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ? ഇങ്ങോട്ടും ഒക്കത്തില്ല, ഇവിടെ ഒക്കത്തില്ല, ഇവിടെ ഒട്ടും ഒക്കത്തില്ല. ഇങ്ങോട്ട് ഒറ്റ സ്റ്റെപ്പ്. ഡാർക്കായിരുന്നു. അല്ലെങ്കിൽ മന്ത്രി നമുക്ക് പൂട്ടായിരുന്നു. ആഹാ, എൻ്റെ മന്ത്രിയെ പൂട്ടാൻ വരുവാണ്. എൻ്റെ മന്ത്രിയെ അങ്ങ് പെടുത്താൻ വരും കേട്ടോ. രക്ഷപ്പെട്ടു. ഫസ്റ്റ് സ്റ്റെപ്പ് രക്ഷപ്പെട്ടു. പുള്ളിയും രക്ഷപ്പെട്ടു. ഇനി അവിടെ ഇരുന്നാൽ പണി കിട്ടുമെന്ന് അറിയാം. അടുത്ത എനിക്ക് ഈ ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം കൊടുക്കാനാട്ടാ. ഫിലിപ്പീൻസ് പ്രാന്തന് ഇങ്ങനെ ഒരെണ്ണം കൊടുത്താൽ പ്രതീക്ഷിക്കത്തില്ല. നമ്മുടെ വ്യക്തവും ശക്തവുമായ ഒരു നീക്കമാണ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നൈറ്റിനെ കൊണ്ടൊന്ന് അറ്റാക്ക് ചെയ്തേക്കുന്നു. ഒരു രക്ഷയില്ല. ഇനി നീ എന്തോ ചെയ്യും പറ. പക്ഷെ മണ്ടനാ, അവന് വേണമെങ്കിൽ ഇങ്ങനൊരു നീക്കാമായിരുന്നു. അല്ല, എന്നാലും എൻ്റെ ബിഷപ്പുണ്ട്, കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഏകദേശം 90 അല്ല 80% വിജയം നമ്മുടെ കയ്യിലിരിക്കുക. എവിടെയെങ്കിലും ഒരു പളിച്ച നീക്കുകയാണെങ്കിൽ അപകടം സാധിക്കും, ഉറപ്പാണ്. 100% അപകടം. പുള്ളി ബ്ലണ്ടർ കാണിച്ചേട്ടാ. അങ്ങനെ ഒരു നീക്കത്തിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു അവിടെ. അങ്ങനെ നീക്കത്തിൻ്റെ ആവശ്യം. ചെക്ക് വിളിച്ചേക്കുവാന്നോ? ഇതൊന്നും നമ്മൾ കാണുന്നില്ല. നമുക്ക് ഒരേ ഒരു അറ്റാക്കിങ് മൂഡിൽ നിൽക്കുക. ഇതിപ്പോൾ ചെക്ക് വിളിച്ചേക്കുക. ചെക്കിൽ നിന്ന് മാറണമല്ല, മാറി. നെക്സ്റ്റ് വേറൊരു പണിയുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിക്കോണേ, തേരിനെ കൊണ്ടുവന്നിട്ടൊരു പണിയുണ്ട്. ചെക്ക്. ഓടടാ, ഓടി. അടുത്ത മൂവ്മെൻറ്റ് ബിഷപ്പിനെ എടുക്കും. ബിഷപ്പിനെ എടുത്ത ചാൻസ് കണ്ടോ? ഒരു വലിയൊരു ചാൻസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമുക്കൊന്ന് ട്രാപ്പ് ഒരുക്കി നോക്കാം. ബ്ലണ്ടർ ഇപ്രാവശ്യം 1-2 ബ്ലണ്ടറേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യം നമ്മൾ നല്ല ബ്ലണ്ടർ കളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇതുവരെയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എല്ലാം ചെയ്തേക്കേട്ടാ. ഇത് അവനുള്ള ട്രാപ്പാണ്. ഈ ട്രാപ്പിൽ പുള്ളി വീഴുവാണെങ്കിൽ ഫിലിപ്പൈൻസുകാരാ നീ വെറും മണ്ടനാ. ഇന്ത്യൻ പ്രത്യേകിച്ച് മലയാളികൾക്കൊന്നും പിടിച്ചിരിക്കാനുള്ള ബുദ്ധി ഇല്ലെന്ന് തോന്നാം. ട്രാപ്പിൽ വീണ്. ഇതേക്കുള്ളൊന്നും പറയില്ലല്ലോ. ട്രാപ്പിൽ വീണ്. ഇവിടെ ഇതാണ് ചെസ്സിൻ്റെ മനോഹാരിത. ആര് ജയിക്കും, എങ്ങനെ ജയിക്കുന്ന ഒരു പിടുത്തമില്ലായിരുന്നു കേട്ടോ. നല്ല ചെറിയൊരു ട്രാപ്പ് ഇട്ട് കൊടുത്തു, ചെറുക്കൻ അവിടെ ചാടി വീണ്. അവൻ എന്തെങ്കിലും ചിന്തിച്ചൂടെ? ഞാൻ ഈ ബിഷപ്പിനെ മാറ്റാതെ ഇവിടെ വെച്ചേക്കുന്നത് അവന് വെട്ടായിട്ട് കൊടുക്കുവാന്ന് അവന് ചിന്തിച്ചൂടെ? അവന് മണ്ടനത് ചിന്തിച്ചില്ല. നൈസിന് ചാടി. ഇത് ഒട്ടും അറിയാത്ത ഗെയിം കളിക്കുന്ന അറിയാത്തവനൊന്നുമല്ല, നല്ല അറിയുന്നവനാണ്. പക്ഷെ എന്തോ പുള്ളിക്കാരൻ ഇന്നത്തെ ദിവസം കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. ചാടി അങ്ങ് പിടിച്ച് ബിഷപ്പിനെ. അതിന് നമ്മുടെ 2 ചെക്കന്മാരാണ്, പടക്കുതിര പോലെ 2 ചെക്കന്മാർ നിൽക്കും. അതാണ്ട് 1, 2. അടുത്ത മൂവിൽ ചെക്ക് മേറ്റ്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.